മണ്ടക്കേറി ഞാൻ എൻ്റെ ബേസിൽ പോയി എൻ്റെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് വരാം. ഇവിടാണ് എൻ്റെ ബേസ്. എൻ്റെ ബേസ് എവിടെ എൻ്റെ ബേസ്? അത് തന്നെ, നമുക്ക് ബേസിൻ്റെ പൊടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ബേസിന് പറക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രീ ഫാം. എന്താടാ എപ്പോഴത്തെ പോലെ എൻ്റെ ഫോൺ ഇത്ര ലാഗി? ഹലോ, ഞാൻ MC, എന്നെ അറിയാമോ? ഇന്ന് എനിക്ക് ഇവിടെ കുറേ പരിപാടി കിടപ്പുണ്ട്. ഇപ്പോഴും ബേസിൻ്റെ പണി ഒരുപാട് പെൻഡിങ് കിടക്കുവാണ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ട്രീ ഫാം. ട്രീ ഫാം തന്നെ. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടി വരും ഹോപ്പർ, പ്ലാങ്ക്, പ്ലാങ്ക് അല്ലല്ലോ, മറ്റേ അതിൻ്റെ മരത്തിൻ്റെ പേരെന്തുവാണോ, എവിടെ കൊണ്ട് വെച്ചാവോ, അത് എവിടെ കാണും, ക്ലച്ച്. ഇത് വേണ്ടി വരും. അതേ കിടക്കുന്നത് ഓക്ക് സാപ്ലിങ് അല്ലേ, സാപ്ലിങ് എന്താ പറയുന്ന ഓക്ക് സാപ്ലിങ്. അപ്പം ഇന്ന് നമ്മൾ ട്രീ ഫാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ട്രീ ഫാം ഉണ്ടാക്കാൻ ഇത്തിരി സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു സിമ്പിൾ ട്രീ ഫാം. അപ്പം വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കുക, തരാൻ ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചേക്ക്. നമ്മൾ വെരി ക്ലോസ് ആണ് എത്രാണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മുടെ കയ്യിൽ ഞാൻ ഇപ്പോഴും ക്യാരറ്റ് കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മുമ്പ് ഗോൾഡൻ ക്യാരറ്റ് കഴിച്ചുകൊണ്ട് നാളെ ഇപ്പോൾ ക്യാരറ്റ് കഴിക്കാൻ തുടങ്ങി. എന്ത് പറ്റിയെന്ന് പലരും ചോദിക്കും. ഞാൻ പാപ്പനായി. അത് തന്നെ, എൻ്റെ ഉള്ള എല്ലാ എമറാൾഡും ഞാൻ എൻ്റെ ടൂൾസിന് വേണ്ടി സ്പെൽറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ പാപ്പനായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു തന്ന് പറ്റുമെങ്കിൽ നമ്മൾ എല്ലാ ടൈമിലും കംപ്ലീറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് കംപ്ലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഷവല് കംപ്ലീറ്റ് സോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോഡ് മാക്സ് ആണ്. പിന്നെ നമ്മുടെ ഷവല്, പിന്നെ പിക്കാസ് ഞാനത് സ്കിൽ ടച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ആക്സ് എല്ലാം ഞാൻ തോന്നില്ല, ഫോർച്യൂൺ ഉണ്ടോ. ഞാൻ ആക്സി സ്കിൽ ടച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. സ്കിൽ ടച്ചില്ല ആക്സി. നമ്മുടെ ഈ ബേസിൽ ഒരുപാട് പണി കിടപ്പുണ്ട്, അതൊക്കെ തീർക്കണം. അപ്പോൾ നമുക്ക് നേരെ ട്രീ ഫാം ഉണ്ടാക്കാം. അത് അവിടെ ഉണ്ടായിട്ടുണ്ടാക്കുമെന്ന് ഞാൻ ആലോചിച്ചോട്ടെ. ബേസിൻ്റെ അടുത്ത് ഉണ്ടാക്കുമായിരുന്നെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ബേസിൽ വന്നെടുക്കാമായിരുന്നു. ലവട ക്ലീൻ ചെയ്തിട്ട് അവിടെ നമുക്ക് ഉണ്ടാക്കാം. സോ ഷവൽ എടുത്തിട്ട് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാം. ആ ക്രീപ്പർ അവിടെ നിന്ന് ഒന്നാവോ നശിപ്പിച്ച്. അങ്ങനെ ബേസ് ഫുള്ള് ക്ലീനായി. നോക്കി, ക്ലീൻ ലുക്ക്. ഞാൻ ഇന്ന് നമുക്ക് പണി തുടങ്ങാം. സോ നമ്മുടെ ഫസ്റ്റ് ട്രീ എന്ന് പറയുന്നത് 5 ബ്ലോക്ക് മാറി, 5 അല്ല 4, 1 ഇവിടുന്ന് 1 2 3 4 ഇവിടെ. ഞാൻ അങ്ങോട്ട് 1 2 3 4 ഇവിടെ അടുത്ത ട്രീ വരും. ഞാൻ അങ്ങോട്ട് 1 2 3 4 കറക്റ്റ് സ്ഥലം. അല്ലല്ല, എവിടെ കറക്റ്റ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ 8 ബ്ലോക്ക് വെക്കാം. എവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് മരം പ്ലേസ് ചെയ്യുന്ന അവിടെ 4 വേണം. 1 2 3 4 ഇവിടെ പ്ലേസ് ചെയ്യും. 1 2 3 4 1 2 3 4 കുഴപ്പമില്ലല്ലോ. നൈസ്. ഇനി ഇവിടെ ഇങ്ങനെ ചുറ്റിന് ഹോപ്പർ ഓടിപ്പിക്കണം, എന്നിട്ട് ഈ ചെസ്റ്റായിട്ട് കണക്ട് ചെയ്യണം. സെറ്റ്. നമുക്ക് ബേസിൻ്റെ ഈ മിച്ചം വന്നിട്ട് 8 ബ്ലോക്ക് നമുക്ക് ബേസിൻ്റെ ആയിട്ട് വെക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര നമ്മൾ ഈ ബേസിൻ്റെ പണി തീർക്കണം. ഫില്ലാക്കിയേക്കാം. ഇപ്പോൾ എനിക്കിവിടെ ഒരു വലിയൊരു ക്ലീൻ ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് വേണ്ടത്. ഇനിയും കുറേ പരിപാടി ഇവിടെ കിടപ്പുണ്ട്, അതൊക്കെ പിന്നെ ചെയ്യാം. നമുക്ക് നമ്മുടെ ട്രീ ഫാമിൽ ഫോക്കസ് ചെയ്യണം. അതിന് നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാം ഹോപ്പർ. അപ്പം ഞാൻ ആ ഹോപ്പർ എടുത്തുകൊണ്ട് വരാം. ഉള്ളിൻ്റെ ആവശ്യം വരും മിക്കവാറും. ഉള്ളല്ലെങ്കിൽ സ്ലാബ്, ഉള്ളു വെക്കുന്നത് നല്ലത്. അപ്പോൾ ഷീപ്പിന് വേണ്ടി വരും. ഞാൻ കൊണ്ടുവന്ന ഷീപ്പിനെ ഏതോ ഒരു പട്ടി കൊന്ന്. ആ പട്ടി എൻ്റെ കൈ കിട്ടിയ പട്ടിയെ ഞാൻ വെച്ചക്കില്ല, കൊന്നു കളഞ്ഞ. ഞാൻ കഷ്ടിച്ച് കൊണ്ടുവന്ന 2 ഷീപ്പായിരുന്നു. അവിടെ പോയി ഞാൻ ഷീപ്പിനെ ഒപ്പിക്കാവോ? ആ ലീഡും ഡീസ്പോണായി ആ പട്ടി കാരണം. ആരാ മണ്ട കേൾക്കുന്നത്? എനിക്കിവനെ പരിചയമുള്ള പോലെ ഒന്ന്. ഇത് അവനല്ലേ? അവനെന്താ അവിടെ? നമുക്ക് ഊഞ്ഞിവിടാം. കറക്റ്റ് കൊള്ളുവോ? ഇല്ല. കൊള്ളുവോ? അതും ഇല്ല. കൊണ്ട് നോക്കാം ആർക്കാ നല്ല ഊഞ്ഞോന്ന്. കൊണ്ട് അപ്പോൾ ഭീകരമായ പോരാട്ടം. ഞാൻ ജയിച്ചു. പിന്നല്ല, ഞാൻ പ്രോ തന്നെ. അപ്പോൾ നമുക്ക് കുറേ ഹോപ്പർ ഉണ്ടാക്കണം ഫസ്റ്റ് തന്നെ.
എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ ഇത്ര ഉണ്ടാക്കിയിട്ട് ഇത് ഹോപ്പറാക്കാം. അതിന് മുമ്പ് എനിക്ക് ഷീപ്പിനെ തപ്പണം, കുറച്ച് വുള്ളൊക്കെ വേണം. അപ്പോൾ എൻ്റെ ഉള്ള ലീഡ് ഞാൻ എടുത്തുകൊണ്ട് നേരെ ഷീപ്പിനെ കണ്ടുപിടിക്കാൻ പോകുന്നു. ആരെൻ്റെ അടുത്ത് പറയില്ലേ എൻ്റെ കയ്യിൽ ലീഡില്ലെന്ന്. അപ്പത്തെ ജസ്റ്റ് കാണും. എൻ്റെ മോഫാമിൽ നിന്ന് ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. സ്ട്രിങ് അതിൻ്റെ അകത്ത് സ്പൈഡർ വെച്ച് ബാക്കിയെല്ലാം സ്പോണാവും. ഞാൻ തന്നെ സ്പൈഡർ പ്രൂഫ് ആക്കിയത്, സ്പൈഡർ വീഴായിരിക്കാൻ. ഒരു സ്പൈഡർ വീഴൂല. അവന്മാരവിടെ ബഹളം ഉണ്ടാക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ലീഡില്ല. ഇതാണ് എനിക്ക് വേണ്ടത്. ഈ ഒരു സ്റ്റാക്ക് ഇതിനകത്തോട് വെച്ചിരിക്കാം. ഇതിനകത്ത് ലീഡില്ല, 3 എണ്ണം ഉണ്ട്. നമ്മൾ ലീഡ് അധികം ഒന്നും യൂസ് ചെയ്യാതെ ഒരു ലീഡ് വെച്ചതിനെ കാര്യം നടത്തണം. ബാക്കി നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം, ചെറിയൊരു കൂടും പെട്ടി നമുക്കിവിടെ ഉണ്ടാക്കാം, ആ ഷീപ്പിന് സേഫായിട്ടിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, വീണ്ടും അല്ല പട്ടി വന്നിട്ട് അവനെ കൊന്നിട്ടിട്ട് മാസമായതുകൊണ്ട്. അപ്പോൾ ഇത് വെച്ചൊരു ചെറിയൊരു കൂടും പെട്ടി ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കാം. ഇവിടെ വേണം ഉണ്ടാക്കാം. ഇവിടെ മതി. ഇവിടെ ആകുമ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ വരുന്നതാണ്. കറുത്തൊരു കൂടും പെട്ടി. ഇനി എനിക്കിങ്ങനെ കയറാൻ പറ്റുന്ന രീതി സെറ്റ് ചെയ്ത് ഇനി ഷീപ്പിനെ കൊണ്ടുവരണം. വാടാ. അവൻ ആ ലീഡ് പൊട്ടിക്കാനുള്ള പ്ലാനില്ല. നിന്നെ അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ പെട്ടെന്ന് നീ ലീഡ് പൊട്ടിച്ച് പോകണ്ട. നിൻ്റെ അനിയനെയോ ചേട്ടനെയോ പട്ടി വന്ന് അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഞാൻ നിന്നെ ഇതിൻ്റെ അകത്ത് വളർത്താൻ തീരുമാനിച്ചു. പ്രായശ്ചിത്തം ചെയ്യുവാണെ ഒന്നും തോന്നല്ലേ. അല്ലാതെ ഞാൻ നിന്നെ ബംഗാളി പണിയൊന്നും എടുപ്പിക്കാൻ പോകുന്നില്ല. പേടിക്കണ്ട, നീ അതെടുത്ത് പേടിക്കണ്ട. കൂടിപ്പോയാൽ ഞാൻ നിന്നെ അടുത്ത വർഷം കൊല്ലും. സൂക്ഷിച്ച്. ആക്സി റൈറ്റ് ക്ലിക്ക് ചെയ്യാനേ പാടില്ല. ഷെയർ ഉണ്ട് എൻ്റെ കയ്യിൽ, അതും എടുത്തില്ല. എല്ലാം ഞാൻ ഓർത്ത് ഷെയർ എടുക്കാൻ മാത്രം പറഞ്ഞു. ആ ചെസ്റ്റിനകത്ത് കാണും. ഞാൻ അതെടുത്തിട്ട് വന്നിട്ട് വൂൾ വെച്ച് ഷെയർ ചെയ്യാം. ഐ മീൻ ഷെയർ വെച്ച് വൂളെടുക്കാം. ഞാൻ വൂൾ വെച്ച് ഷെയർ ചെയ്യാൻ പോകരുത്. ഇതിൻ്റെ അകത്ത് കാണണം. ഇതിൻ്റെ അകത്ത് ഇല്ലടാ, ഞാൻ കണ്ടാന്നല്ലോ. ഇതിൻ്റെ അകത്ത് ഇതിനകത്താണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടു കേട്ടോ ഷെയർ. എത്രയൊന്ന് മാഞ്ഞു പോയാ. സാപ്ലിങ്സ് ഞാൻ എടുത്ത്, എനിക്ക് വേണം. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഫുൾ ബ്രൈറ്റ്നസ് ഓഫാക്കിയില്ലേ എന്നാ. സോറി. കറക്റ്റ് 2 എണ്ണം ഞാൻ അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. ഈ 2 ഞാൻ ഷെയർ ഉണ്ടാക്കാം. പോയി നമുക്ക് ആ ഉള്ളെടുത്തിട്ട് തരാം. താടാ എനിക്ക് നിൻ്റെ ഉള്ളു. താങ്ക് യു. ഞാൻ പോണ്. അടുത്തറ തന്നു 3 എണ്ണം തന്നു. ഇതിങ്ങനെ ആക്കുവാണെങ്കിൽ എനിക്ക് 5. നീ വീണ്ടും പഴയ പുലാവ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഓക്കെ. അപ്പം പഴയ പുലാവട്ടെ കഴിച്ച് നമുക്കത് വരെ മണ്ടക്കോയി കുറച്ചും കൂടെ പണി ചെയ്തിട്ട് ഞാനിങ്ങനെ എടുത്ത് ട്രേഡ് ചെയ്യാൻ പോവില്ല. നോക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഹോപ്പർ ഉണ്ടാക്കണം. സോ 2 ചെസ്റ്റ് ഫസ്റ്റ് വെച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹോപ്പർ വെക്കാം. അതാണ് അതിൻ്റെ ശരി. അഞ്ച് ബ്ലോക്ക് ഇങ്ങോട്ട്. 1 2 3 4 5. അതായത് ഇവിടെ എണ്ണം. ഇവിടെ അല്ലല്ലോ, ഇത്തിരി കൂടെ നീക്കി ചെയ്യാം. ഇപ്പോൾ ഓക്കെ അല്ലേ. ഈ ഒരു ട്രേഡ് ബ്ലോക്ക് ഒരെണ്ണം കൂടെ അങ്ങോട്ട് നീക്കണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. നല്ല കറക്റ്റ് സെൻറ്റർ ആവുന്നേ. സെൻറ്റർ ആവണമെങ്കിൽ നമുക്ക് ആ 2 ബ്ലോക്ക് അങ്ങോട്ട് നീക്കണം. ഇപ്പോൾ സെൻറ്റർ ആയില്ലേ. കാണാം സെൻറ്റർ അല്ല, സെൻറ്റർ ആയില്ല. ഇവിടെ വെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ആവും. എന്താടാ ഇപ്പം എന്ത് വ്യത്യാസം വന്ന പോലെ. ഇനി ഒരു ബ്ലോക്ക് അങ്ങോട്ട് നീക്കടാ. പറ്റില്ല. ഞാൻ ആ ബ്ലോക്ക് വെച്ചാൽ മാറിപ്പോയി. ഇവിടെ തന്നെ വെച്ചോ, കറക്റ്റായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ
ഇനി ഹോപ്പർ ജസ്റ്റ് തുറന്നിട്ട് ബാക്കിക്ക് ഫുള്ള് ഹോപ്പർ. ഇനി ഹോപ്പർ അങ്ങോട്ട് ഓടിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി എനിക്കൊരു വഴി വേണമെന്ന്, അതിപ്പോൾ തന്നെ സെറ്റ് ചെയ്തേക്കാം. ഞാൻ അതിന് വേണ്ടി വാങ്ങിക്കുക. ഓക്കെ, സൂക്ഷിച്ചു. ഒരു ക്ലിക്ക് മതി. 2 ക്ലിക്കാവുന്നു. ഞാനായിട്ട് എന്ത് ചെയ്യാൻ പക്ഷേ ഒന്ന് ചെയ്യാം. 1 ക്ലിക്ക് ഞാൻ ചെയ്തോളൂ. പണി പൊട്ടി കിട്ടി. ഞാൻ ചെയ്ത വീണ്ടും പണി ചെയ്യണം. ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഫസ്റ്റ് തന്നെ ഷെയർ ചെയ്ത് വെക്കാം. ഇനി എനിക്ക് ഇറങ്ങാനൊക്കെ സ്റ്റെപ്പായി. ഇത്തിരി മുകളിലാക്കി 3 ആക്കുവാണെങ്കിൽ ഇത്തിരി കൂടെ സൗകര്യം കിട്ടിയേനെ പോവാനും ഇറങ്ങാനും. ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ ഓക്കെ ആയി. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ 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 ഇവിടെ. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരാം. ഒരു പ്രശ്നമില്ല, മണ്ടക്കൂടെ കയറി പോവാം. പറയുന്നത് നമുക്ക് ഇന്നത്തോടെ ഇത്രയും വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇനി ഓഫ് ക്യാമറ ഇത് സെറ്റ് ചെയ്തോളാം. നിങ്ങൾ തമ്മിൽ കാണുമ്പം ഇതെല്ലാം കംപ്ലീറ്റ് ആയി കാണും. തമ്മിൽ ഇനി എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയോ, MC കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഞാൻ എന്തായാലും കംപ്ലീറ്റ് ആക്കും, ഉറപ്പ്. ഞാൻ എന്തായാലും ഇതേ എൻ്റെ AFK റൂമിരുന്ന് AFK എന്നോളാം. എൻ്റെ AFK റൂമാണ് ദേ നിൽക്കുന്ന സ്പോട്ട്. ഇവിടെ ഞാൻ ഈ IF നോക്കി ഇങ്ങനെ AFK എന്നോളാം. അപ്പോൾ നിങ്ങളോട് നാളെ വാ. ടാറ്റ ബൈ ബൈ.